പ്രിയപ്പെട്ടവരെ, അടികൊണ്ടതിൻ്റെ വേദന കുട്ടിക്ക് തീർന്നാലും അടിച്ചതിൻ്റെ വേദന അമ്മയ്ക്ക് തീരൂല. ശരിയല്ലേ? അടികൊണ്ടതിൻ്റെ വേദന കുട്ടിക്ക് തീർന്നാലും അടിച്ചുപോയല്ലോ എന്നതിൻ്റെ വേദന അമ്മയ്ക്ക് തീരൂല. ഒരമ്മയാവുക, അച്ഛനാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുതിയൊരു മനുഷ്യനാവുക എന്നതാണ്. ആ പഴയ നമ്മളല്ല. പിന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടി മാത്രമല്ല ജനിക്കുന്നത്, ഒരമ്മ ജനിക്കുന്നുണ്ട്, ഒരച്ഛൻ ജനിക്കുന്നുണ്ട്, അല്ലേ? അതുവരെ നമ്മളതല്ലല്ലോ. നമ്മളല്ലാതിരുന്ന ഒരാളായി നമ്മൾ മാറുക. ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ 2 സ്ഥാനങ്ങളുണ്ട്. ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ 2 സ്ഥാനങ്ങൾ ഏതാണെന്നറിയോ? ഒന്ന്, മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾക്ക് കിട്ടുന്ന സ്ഥാനമാണ്. അയാൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മളെ ഓർക്കുന്നു, നമ്മുടെ പേര് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. നമ്മൾ ആവശ്യപ്പെടാൻ പോലും ഇല്ലാതെ ചെയ്യാതെ അവരുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. പിന്നൊരു സ്ഥാനം ഉണ്ടെങ്കിൽ, രണ്ടാമതായി കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ്. നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു കുട്ടി, നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു കുട്ടി, ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്കൊരു സ്ഥാനം ഉണ്ടാവുക. അത് നമ്മുടെ കുട്ടി ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്കൊരു സ്ഥാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പോഴാണ് ആ കുട്ടിയായിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞാൽ അയാൾ കുട്ടിയല്ല, അല്ലേ? അയാൾ ആരുടെയോ ഇണയാണ്, ആരുടെയോ സുഹൃത്താണ്, ആയിരക്കണക്കിന് മനുഷ്യരെ കാണേണ്ട, അവരുമായിട്ട് സഹവസിക്കേണ്ട ഒരാളാണ്. ഡോക്ടറോ എഞ്ചിനീയറോ മാഷോ ടീച്ചറോ പൈലറ്റോ ഒക്കെ ആകേണ്ട ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ആ മനുഷ്യൻ, ചെറിയൊരു മനുഷ്യൻ, അല്ലേ? കുട്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ മനുഷ്യന്മാരാണ്, വലിയവരെന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളാണ്. മനസ്സിങ്ങനെ ഉരുണ്ടുകൂടുന്ന ഒരു ചെറിയ കുട്ടിയായി പ്രായം കൂടുന്നവരും ഒരാൾ മാറും. പക്ഷെ ചെറിയ കുട്ടികളെന്ന് നമ്മൾ പറയുന്ന ആൾക്കാരല്ലേ, അവർ ശരിക്ക് ചെറിയ മനുഷ്യന്മാരാണ്. ഒരു ദിവസം നമ്മുടെ മോനെയും കൊണ്ട് അവന് സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അവന് സ്കൂളിലേക്ക് പോകുന്ന വണ്ടി കിട്ടാതായി. നമ്മുടെ വണ്ടിയിൽ അവനെ കൊണ്ടുപോകാം. അങ്ങനെ ചെറിയ റോഡാണ്. ആ ചെറിയ റോഡിൽ ചെറിയൊരു കയറ്റുണ്ട്. ആ കയറ്റം കയറി പോകുമ്പോൾ ഒരു ലോറി വരുന്നുണ്ട്, ഒരു ടിപ്പർ ലോറി വരുന്നുണ്ട്. അപ്പൊ ടിപ്പർ ലോറി വന്നപ്പോൾ നമ്മൾ ടിപ്പർ ലോറിക്ക് ഇങ്ങനെ സൈഡ് കൊടുത്ത്, പിന്നെ നമ്മൾക്കും ടിപ്പർ ലോറിക്കും പോകാൻ മാത്രമേ അവിടെ സ്ഥലമുള്ളൂ. പക്ഷേ ആ ടിപ്പർ ലോറിയുടെ പിറകിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു നല്ല വേഗതയിൽ. ആ ഇറങ്ങിയിട്ടാണല്ലോ വരുന്നത്. നേരെ വന്ന് ആ ബൈക്ക് നമ്മുടെ കാറിനെ ഇടിച്ചു. കാറിന്റെ മുൻഭാഗമാകെ തകർന്നു പോയി. ആ കാറിൽ ഒരമ്മയും മകനും വരുന്നുണ്ടായിരുന്നു. 2 ആളുകളും റോട്ടിലേക്ക് മറിഞ്ഞു വീണ് ആ അമ്മ ഇങ്ങനെ ഉരുണ്ടുപോയി
ആ ലോറിയുടെ ടയറിന്റെ തൊട്ടടുത്തെത്തി അമ്മയുടെ തല പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി ആളുകളെല്ലാം കൂടി. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ആകെ തകർന്നിട്ടുണ്ട്, മുൻഭാഗം. ഇനി എവിടെയും പോകാൻ കഴിയില്ല. പിറ്റേ ദിവസമൊക്കെ എവിടെയോ യാത്രകളുണ്ട്, അതൊക്കെ മുടങ്ങും. മാത്രമല്ല മോന്റെ സ്കൂളിലേക്ക് പോകാനും കഴിയില്ല. അങ്ങനെ സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് വണ്ടി പതുക്കെ എടുത്ത് നമ്മളിങ്ങനെ തിരിച്ചു വരിക. എന്റെ മനസ്സിൽ മുഴുവനും അത് വർക്ക്ഷോപ്പിൽ കയറ്റണം, നന്നാക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ്. വണ്ടി കേടുന്നില്ലോ എന്നുള്ള സങ്കടമൊക്കെയാണ് മനസ്സിൽ. അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോരുന്ന സമയത്ത് ഒരു കരച്ചിൽ വെക്കുകയാണ്. പിറകിലെ സീറ്റിൽ മോനെ ഇരിക്കുന്നുണ്ടല്ലോ, അവനാണ് കരയണത്. കാരണം അവന്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടിലെ സീറ്റിലായിരുന്നു അപകടം നടക്കുന്ന സമയത്ത്. പിന്നെ അവൻ പിറകിലേക്ക് പോയതാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എവിടെ തട്ടിയിട്ട് ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അവന് നല്ല വേദന ഉണ്ട്, അതുകൊണ്ടാണ് കരയുന്നത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ആശുപത്രിയിലേക്ക് പോകണോ, മരുന്ന് പുരട്ടണോ, ഓയിൻമെന്റ് വാങ്ങണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ അവൻ വേണ്ട എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, പിന്നെ എന്തിനാണ് കരയുന്നത്, വേദന ഉണ്ടായതുകൊണ്ടല്ലേ കരയുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞ അല്ല അപ്പാ, പിന്നെന്തിനാ കരയുന്നത്. അപ്പൊ അവനിങ്ങനെ തേങ്ങാണ്. അന്ന് ചെറിയ കുട്ടിയാണ്, 3ാം ക്ലാസ്സിലോ മറ്റോ. അവനിങ്ങനെ തേങ്ങാണ്. എന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയാം, അപ്പൊ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ, അവര് നെറ്റിയൊക്കെ പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടല്ലോ, നമുക്ക് ആശുപത്രിയിലേക്ക് പോയി നോക്കാം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളിങ്ങനെ കുറച്ച് മുതിർന്ന ഒരാളായി മാറുമ്പോഴേ, പക്വത വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ മറന്നു പോകുന്ന ആ കാര്യങ്ങളില്ലേ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പടച്ചോൻ പറഞ്ഞയക്കുന്ന മാഷുമാരാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ കുട്ടികൾ. പടച്ചോൻ നമുക്ക് പറഞ്ഞയച്ചു തരുന്ന മാഷുമാരാണ് നമ്മുടെ കുട്ടികൾ. അപ്പൊ ഈ കുട്ടിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടിയാവട്ടെ, നമ്മൾ സഹവസിക്കുന്ന കുട്ടികളാവട്ടെ, ഒരു കുട്ടിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളാണ് മാറുന്നത്, ആ കുട്ടിയല്ല മാറുന്നത്. നമ്മുടെ മാറ്റം ആ കുട്ടിയെ സ്വാധീനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? ഒരു കുട്ടി വരുന്നതോടുകൂടി പിന്നെ നമ്മുടെ ചിന്തയിൽ മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ മനസ്സിൽ നമ്മൾ കുട്ടികളാണ്. മലയാളത്തിൽ കുറേ താരാട്ടുപാട്ടുകളില്ലേ, അമ്മ പാടുന്ന താരാട്ടുപാട്ടുകൾ അല്ലേ, ഉണ്ണി ബാബാവൊക്കെ കേട്ടില്ലേ? അമ്മ പാടുന്ന ധാരാളം താരാട്ടുപാട്ടുകളുണ്ട്. അച്ഛൻ പാടുന്നൊരു താരാട്ടുപാട്ടുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരച്ഛൻ പാടുന്ന താരാട്ടുപാട്ടുണ്ട്. അത് പഴയൊരു ഒരു ലളിതഗാനാണ്, സിനിമാ പാട്ടല്ല, ലളിതഗാനാണ്. അത് ONV എഴുതിയതാണ്, P ജയചന്ദ്രൻ പാടിയതാണ്. യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ 4 വരികളുണ്ട്, ഭയങ്കര രസമുള്ള വരികളാണ്. ഒന്നാമത്തെ വരി എന്താണെന്നറിയാമോ? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത്. കുയിലിനോട് പറയുന്നത്, എന്റെ പാട്ട് കുറച്ച് പതുക്കെ പാട്, എന്റെ കുട്ടി ഉറങ്ങാണ്. നിലാവിനോട് പറയാണ്, നിന്റെ വെളിച്ചം കുറച്ച് കുറക്ക്, ഇത്രയൊന്നും വെളിച്ചം വേണ്ട, എന്റെ കുട്ടിക്ക് സ്വപ്നങ്ങൾ കാണണം, എന്റെ കുട്ടിക്ക് കിനാവ് കാണണം. മൂന്നാമത്തെ വരി എന്താണെന്നറിയോ? ഒച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഹൃദയത്തോട് പറയാണ് പതുക്കെ മിടിക്ക്. ഹൃദയം മിടിക്കൂലേ, ആ മിടിക്കലിനോട് പറയാ പതുക്കെ മിടിക്ക്, ഇത്രയൊന്നും സൗണ്ട് വേണ്ട, എന്റെ കുട്ടി ഉറങ്ങിക്കോട്ടെ. അപ്പൊ കുട്ടി എവിടെ ഉറങ്ങണേ? തൊട്ടിലല്ല, ആ അച്ഛന്റെ നെഞ്ചിലാണ്. ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നതോട് കൂടി പഴയ ആളല്ല, പിന്നെ നമ്മൾ മാറുകയാണ്. ആ നമ്മുടെ മാറ്റമാണ് ഏറ്റവും പ്രധാനം. ബാക്കിയൊക്കെ അതിന്റെ പിന്നാലെ വരുന്നതാണ്. കുട്ടികളല്ല മാറുന്നത്, നമ്മളാണ് മാറുന്നത്. ഒരു കുട്ടിയോട് പറയുന്ന വാക്ക്, ഒരു കുട്ടിയോടുള്ള നമ്മുടെ സമീപനം, ഒരു കുട്ടിയോട് രാത്രി പറയുന്ന വാക്ക്,
ഒരു കുട്ടി ഉണരുമ്പോൾ പറയുന്ന വാക്ക്, ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക്, സ്കൂളിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക്, ആ ഓരോ വാക്കുമില്ലേ ആ കുട്ടിയുടെ ബ്ലാങ്ക് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ചെന്ന് പതിക്കുന്ന കല്ലുകളും ആണികളും പൂക്കളും ഒക്കെയാണ് ഓരോ വാക്കും. പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ കാതിൽ കേൾക്കുന്ന വാക്കുകൾ ആ കുട്ടിയുടെ കാതിലല്ല ചെന്ന് പതിയണം, ആ കുട്ടിയുടെ വ്യക്തിത്വത്തിലാണ് ചെന്ന് പതിയണം. ഞാൻ വളരെ പേഴ്സണലായിട്ട് അനുഭവം പറയും. നമ്മള് 4ാം ക്ലാസ് വരെ ഒരു സ്കൂളിലായിരുന്നു, പിന്നെ 5 മുതൽ 7ാം ക്ലാസ് വരെ വേറെ സ്കൂളിലായിരുന്നു, പിന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ഹൈസ്കൂളിൽ വേറെ ക്ലാസ് ആയിരുന്നു. ഈ 10ാം ക്ലാസ് വരെ ഞാൻ ക്ലാസ്സിൽ ലീഡറായിരുന്നു. 7ാം ക്ലാസ് വരെ പഠിച്ച ആ സ്കൂളില്ലേ, ആ സ്കൂളിലും ക്ലാസ് ലീഡറും സ്കൂൾ ലീഡറും ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെതായ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, അന്ന് എൻ്റെ ഈ പല്ലില്ല, നമ്മളെ മുൻഭാഗത്തെ പല്ല്, ആ പല്ലുമ്പോൾ ചെറിയൊരു വര പോലൊരു സാധനം ഉണ്ട്. ഇങ്ങനെ ഒരു വര, ഒരു ചെറിയ കളറിലൊരു വര ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അപ്പൊ ചിരിക്കുമ്പോഴൊക്കെ ആ വര കാണാതിരിക്കാനൊക്കെ ഉള്ള, കാരണം ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നൊരു സമയമല്ലേ, ആ സമയത്ത് ഉണ്ടാകുന്ന എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് പോവുകയാണ്, നമ്മൾ അവസാനത്തെ ദിവസമാണ് 7ാം ക്ലാസ്സിൽ. മാഷോട് ഞാൻ ചോദിക്കുകയാണ്, മാഷെ ഇനി ഞങ്ങൾ നേരെ 8ാം ക്ലാസ്സിലേക്ക് പോയാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ TC വാങ്ങണം എന്നുള്ള അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. 8ാം ക്ലാസ്സിലേക്ക് നേരെ പോയാൽ പോരെന്ന് ചോദിച്ചു. മാഷിനോട് പറഞ്ഞാൽ എന്താ അറിയോ, ആ നിന്റെ പല്ലും കെട്ടി അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. മാഷ് വെറുതെ പറഞ്ഞതായിരിക്കും ചിലപ്പോ, ഏതോ ഒരു മൂഡില് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. നിന്റെ പല്ല് അങ്ങനെ പറയില്ല, പല്ലും കഴിച്ച് അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞിട്ടുണ്ട്. ആ മാഷില്ലേ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. ശരിക്കും ആ മാഷ് മറ്റു മാഷന്മാരോടുള്ള അത്ര സ്നേഹം ഇപ്പോഴും ഇല്ല. എന്റെ കുഴപ്പമില്ലാതെ നമ്മൾ ചെറിയൊരു പുളിഞ്ചെടി ഒക്കെ അല്ലേ, പുളിഞ്ചെടി അതിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ആ പുളിഞ്ചെടിയിൽ ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്തു കൊടുത്തു നോക്കും. ആ ചെടി മരമായി മാറിയാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും, ഉണ്ടാവില്ലേ? എന്നാ മരമായി മാറിയതിനു ശേഷം മുട്ടുസൂചി കൊണ്ട് കുത്തി നോക്കൂ, ആ മരത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മഴ കൊണ്ട് വെട്ടി നോക്കൂ, നമ്മളും മഴവും തെറിച്ചു അല്ലേ? പക്ഷേ പുളിഞ്ചെടി ആയിരിക്കുമ്പോൾ കിട്ടിയ കുത്തും മുറിവും മാഞ്ഞു പോകില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ ഒരു ചിത്രം വന്നിട്ടുണ്ടാവും, കുട്ടിക്കാലത്ത് കിട്ടിയ ഏതോ ഒരു നോവിന്റെ ചിത്രം. ഷൂസെ സരമാവോ എന്നൊരു എഴുത്തുകാരനുണ്ട് ഇംഗ്ലീഷിൽ. അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത് 70ാമത്തെ വയസ്സിലാണ്. 70ാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതുന്ന സമയത്ത് അദ്ദേഹം ആ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. 7ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ആഗ്രഹത്തെ കുറിച്ച്. അതെന്താണെന്നറിയോ, ഒരു കുതിരപ്പുറത്ത് കയറണം എന്നുള്ളായിരുന്നു. അങ്ങനെ കുതിര സ്വന്തമായി ഉള്ള ഒരാളുണ്ട്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കുതിരപ്പുറത്ത് കയറട്ടെ. അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ ആ കുട്ടിയെ മറ്റ് കുട്ടികളുടെ ഇടയിൽ വെച്ച് അപമാനിച്ചു. ആ കുട്ടിയെ അപമാനിച്ചു, ചീത്ത പറഞ്ഞു, വഴക്കിട്ടു. ഇതിനെക്കുറിച്ച് അദ്ദേഹം 70ാമത്തെ വയസ്സിൽ എഴുതുന്നത് എന്താണെന്നറിയോ, 7ാമത്തെ വയസ്സിൽ ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് ഞാൻ അന്ന് വീണതിന്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. കയറിയിട്ടില്ല, പക്ഷെ അന്ന് വീണു. കയറാൻ പറ്റിയിട്ടില്ല, പക്ഷെ അന്ന് കിട്ടിയൊരു മുറിവുണ്ട്, അപമാനത്തിന്റെ ഒരു മുറിവുണ്ട്. ആ മുറിവ് 70ാമത്തെ വയസ്സിലും ഇങ്ങനെ പൊള്ളി നിൽക്കുകയാണ്. ഇതാണ് കുട്ടി. ഒരു കുട്ടിയോട് നമ്മൾ പറയുന്ന വാക്കുകളില്ലേ, അത്രയും സൂക്ഷിച്ചു പറയേണ്ട വാക്കുകളാണ്. കാരണം ആ കുട്ടിയുടെ ഉള്ളിൽ അത് പതിയും. പ്രത്യേകിച്ച് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന അപമാനത്തിന്റെ ഒക്കെ മുറിവുകൾ വേറെ ഏതിനേക്കാളാണ്. മറ്റതൊക്കെ ചിലപ്പോൾ മാഞ്ഞു പോയേക്കാം, പക്ഷെ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന അപമാനല്ലേ, അത് മാഞ്ഞു പോകില്ല. ദുൽഖർ സൽമാൻ നമുക്കൊക്കെ അറിയാലോ,
ദുൽഖർ സൽമാന്റെ വാപ്പയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തിന്റെ വാപ്പ ആരാണെന്ന് നമുക്കറിയാലോ. 43 കൊല്ലങ്ങളായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് അറിയാലോ. അത്രയും അപകടം പിടിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. അത്രയും അപകടം നിറഞ്ഞ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അപകട സാധ്യതകളുള്ള ഒരു ജോലി ചെയ്യുന്ന ആളാണ്. ആ അച്ഛനെ കുറിച്ച് മകൻ പറഞ്ഞത് എന്താണെന്നറിയോ? മകൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് എൻ്റെ വാപ്പയെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. വലിയ നടനൊക്കെ ആയിരിക്കും, വലിയ അവാർഡുകൾ കിട്ടിയ ആളായിരിക്കും, മഹാനായ കലാകാരനായിരിക്കും, രാജ്യം അംഗീകരിച്ച കലാകാരനായിരിക്കും. അതൊക്കെ നമ്മൾക്കാണ്. അയാളുടെ കുട്ടിയുടെ മനസ്സിൽ അതൊന്നുമില്ല. അയാളുടെ കുട്ടിയുടെ മനസ്സിൽ വാപ്പ മാത്രമേ ഉള്ളൂ. ആ വാപ്പയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അവാർഡുകളോടെ നിൽക്കുന്ന വാപ്പയുടെ ചിത്രമൊന്നും ആ കുട്ടിയുടെ മനസ്സിലുണ്ടല്ലോ. ആ കുട്ടിക്ക് ആ വാപ്പയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഓർമ്മകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചില കാര്യങ്ങളിലേക്ക് പോകാതെ നിൽക്കേണ്ടത് എനിക്ക് വേണ്ടിയല്ല. എൻ്റെ വീട്ടില് 13 വയസ്സായ 2 കണ്ണുണ്ട്. 13 വയസ്സായ ഒരു മോനുണ്ട്. ആ മോന് ഞാൻ കാരണം അപമാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ എങ്ങാനും ഞാൻ ആ കുട്ടിക്ക് അപമാനം കൊടുത്താൽ അവന്റെ ഉള്ളിൽ നിന്ന് അത് മാഞ്ഞു പോവുകയാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാല് ഒരു ചെങ്ങല പോലെയാണ്, അല്ലേ? ചെങ്ങല വളരെ ശക്തിയുള്ളതാണ്, ഇരുമ്പിൻ്റെതാണ്, നല്ല പവർ ഉള്ളതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ചെങ്ങലയിലെ ഒരു കണ്ണി കേട് വന്നാൽ ആ ചെങ്ങലയുടെ ശക്തി ഇല്ലാതായി പോകും. എല്ലാ കണ്ണിയും കേട് വരണോ? വേണോ? എല്ലാ കണ്ണിയും കേട് വരണ്ട. ഒരു കണ്ണി കേട് വന്നാൽ മതി. ആ ചെങ്ങലയ്ക്ക് പിന്നെ ചെങ്ങല അല്ലാതായി മാറും. ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നും കേട് വരണ്ട. ഒരാളുടെ കുഴപ്പം മതി. ആ അയാളെ മാത്രമല്ല അത് ബാധിക്കുക, ബാക്കിയുള്ളവരെല്ലാം അത് ബാധിക്കുന്ന ഒന്നായിട്ട് മാറും. ഒരാൾക്കുണ്ടാകുന്ന നേട്ടവും വിജയവും മതി, ഒരാളുടെ നല്ല സ്വഭാവം പെരുമാറ്റം മതി, ബാക്കിയുള്ളവർക്കൊക്കെ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, അല്ലെ? ഫുട്ബോൾ കളിക്കുമ്പോൾ 7 ആളാണ് കളിക്കുക. സെവൻസ് ആണെങ്കിൽ 7 ആളുകൾ കളിക്കുകയാണ്. ഒരാളുടെ കയ്യിൽ പന്ത് കിട്ടും, അയാൾ മറ്റേ ആൾക്ക് കൊടുക്കും, അയാൾ 3ാമത്തെ ആൾക്ക് കൊടുക്കും, അയാൾ 4ാമത്തെ ആൾക്ക് കൊടുക്കും, 5ാമത്തെ ആളുടെ കാലിൽ പന്ത് വരും, 6ാമത്തെ ആളുടെ കാലിൽ പന്ത് വന്ന് ഗോൾ അടിച്ചത് ഈ 6ാമത്തെ ആളായിരുന്നു, അല്ലേ? ജയിച്ചതാരാ? 6ാമത്തെ ആളാണോ? ഒരു ടീമാണ് ജയിച്ചത്. ചെങ്ങലയിൽ ഒരു കണ്ണി കേട് വന്നാൽ ആ ചെങ്ങലയ്ക്ക് മുഴുവനും സംഭവിക്കുന്നത് എന്താണോ, 7 ആളുകളുള്ള ടീമിൽ ഒരാൾ ഗോളടിച്ചാൽ ആ ടീമിന് മുഴുവനും ഉണ്ടാകുന്നത് എന്താണോ, ഇതേപോലെയാണ് കുടുംബവും. നമ്മളൊരു കുടുംബത്തിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാല് അതൊരു ചെറിയ ഉത്തരവാദിത്തമല്ല എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടിയെ വളർത്തുക, ഒരു കുട്ടിയോട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ ഉത്തരവാദിത്തമല്ല. പേരന്റ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല. കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് നമ്മൾ ആലോചിച്ചതിലേറെ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു കുട്ടി വേണോ വേണ്ടേ. കല്യാണം കഴിക്കണോ വേണ്ടേ എന്നതിന് നമ്മൾ നടത്തുന്ന ഒരു ആലോചനയില്ല. എന്തെല്ലാം ആലോചിക്കും, എത്ര ആളെ പറഞ്ഞേക്കും, ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കില്ലേ? കാരണം നമ്മളുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റിയൊരു കുടുംബമാണോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് എത്ര ആഴത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിലേറെ ആഴത്തിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഒരു കുട്ടി വേണോ വേണ്ടേ എന്ന്. കാരണം ഒരു മനുഷ്യനങ്ങോട്ട് വരുന്നത് നമ്മളെ ജനിതകമാണ് കൊടുക്കുന്നത്. അയാൾ പെരുമാറുന്നത് നമ്മളെ പോലെയാണ്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ അച്ഛന് നമ്മുടെ പൂർവ്വ പിതാക്കളിൽ ഏതെങ്കിലും ഒരാളുടെ സ്വഭാവത്തിൽ ഒരാള് വരികയാണ് ഈ ഭൂമിയിലേക്ക്. ജീവിതത്തിന്റെ എല്ലാ സംഘർഷങ്ങളും, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും, ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. അത്രയും പ്രാധാന്യത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പാരന്റിങ് എന്ന് പറയുന്നത് അത്ര കഠിനമായൊരു തപസ്സാണ്. അതുകൊണ്ട്
ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്തി തരട്ടെ കേട്ടോ. ഇത് മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല, ഇത് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് തമിഴൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ ഒരു അടിപൊളി പുസ്തകമാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഡിക്ഷണറി വെച്ചിട്ട് എനിക്ക് ഡിക്ഷണറി വെച്ചിട്ട് വായിക്കാൻ പറ്റുള്ളൂ. എന്നെപ്പോലെ അങ്ങനെ വായിക്കാനേ പറ്റുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഈ പുസ്തകം കഷ്ടപ്പെട്ട് വായിക്കണം. അങ്ങനെ ഒരു പുസ്തകമാണ്. ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ പുലരികളെ, നമ്മുടെ പ്രഭാതങ്ങളെ എങ്ങനെ മനോഹരമാക്കാമെന്നാണ് ഈ പുസ്തകം പഠിപ്പിച്ചിരുന്നത്. പുസ്തകത്തിന്റെ പേര് തന്നെ ദ മിറക്കിൾ മോർണിംഗ്. മിറക്കിൾ മോർണിംഗ്. മിറക്കിൾ എന്ന് പറഞ്ഞാല് അത്ഭുതങ്ങൾക്ക് പറയുന്ന പേരാണ്. അത്ഭുതകരമായ പുലരികളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ? ആ കുട്ടിയുടെ ജീവിതത്തിൽ ചെറിയ ചില നല്ല ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾക്ക് സ്വാധീനം വളരെ കുറച്ചു കാലമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെ കുറച്ചു കാലം മാത്രമാണ് നമ്മുടെ വാക്കുകൾക്ക് സ്വാധീനമുള്ളൂ. പിന്നെ നമ്മുടെ വാക്കുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടാവില്ല. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ചെവിയാണ്. കണ്ണ് കാണില്ലല്ലോ, വേറെയുള്ള സെൻസ് ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ. ഏതൊരു കുട്ടിയുടെയും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണ ആക്റ്റീവ് ആകുന്ന ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത് ചെവിയാണ്. നമ്മൾ പറയണൊക്കെ കേൾക്കുന്നതാണ്. മനസ്സിലാകുന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ വക തിരിച്ചെടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മൾ പറയുന്നത് കേൾക്കും. ഏറ്റവും കൂടുതൽ ഒരു ഗർഭത്തിലിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ വർക്ക് ചെയ്യണത് ഈ ചെവിയാണ്. പക്ഷെ ആ കുട്ടി പുറത്തേക്ക് വന്നല്ലോ, ഏറ്റവും കുറച്ച് മാത്രം ആക്റ്റീവ് ആകുന്ന ഫാക്കൽറ്റിയാണ് ചെവി. നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കാൾ ആ കുട്ടി കാണുന്നതും ആ കുട്ടി അനുഭവിക്കുന്നതും ആ കുട്ടി പരിശീലിക്കുന്നതുമായിട്ടുള്ള ഒരു ചുറ്റുപാടില്ലേ, അവിടെ ആ കുട്ടി കേൾക്കുന്നതിന് സ്വാധീനം കുറവാണ്. ആ സ്വാധീനം പിന്നെയും കുറഞ്ഞു വരികയാണ് ചെയ്യുക. ടീനേജൊക്കെ ആകുന്നതോടെ അതിന്റെ സ്വാധീനം വളരെ കുറയും. അപ്പൊ ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾക്ക് സ്വാധീനമുള്ളത് വളരെ കുറച്ചു കാലമാണ്. പിന്നെ ആ കുട്ടി ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. ടീനേജൊക്കെ ആകുന്നതോടുകൂടി അയാൾ ആകെ മാറിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ആ ടീനേജിൽ എത്തുന്ന ഒരു കുട്ടിയെ നമ്മള് കിഡ്സിന്റെ ഭാഗത്തേക്കായിരിക്കും കൊണ്ടുപോകുക. പക്ഷെ കുട്ടി എങ്ങോട്ടായിരിക്കും പോവുക? മുതിർന്ന ആളുകളുടെ ഷർട്ടും പാൻസും ഒക്കെ ഉള്ളിടത്തേക്കാണ് അവൻ പോവുക. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഏജാണ് കിട്ടും അത്. കാരണം അവന്റെ ഉള്ളിൽ അവൻ മുതിർന്ന ഒരാളായി. പക്ഷെ അവന് കിട്ടുന്നതൊക്കെ ഒരു കുട്ടിക്കുള്ള പെരുമാറ്റമായിരിക്കും. നമ്മുടെ മനസ്സിൽ അയാൾ കുട്ടിയാണ്, അയാളുടെ മനസ്സിൽ അയാൾ മുതിർന്ന ആളാവുകയും ചെയ്യും. ഇപ്പോ ഇവിടെ ഇത്തിരി സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു 13 വയസ്സ് 14 വയസ്സ് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ലേ? നിങ്ങളെ ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഓരോ മാസവും നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ഒരു കാലമുണ്ടല്ലോ. ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഇതുണ്ടോ? ഇപ്പൊ ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീ അനുഭവിക്കേണ്ട കുറേ അനുഭവങ്ങളുണ്ട്. ആ 7 ദിവസം മാത്രമല്ല, അതല്ലാത്തതായിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. സ്ട്രെസ് ഉണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊരു പുരുഷനുണ്ടോ? ഉണ്ടോ? ഒരു സമയത്തുണ്ട്. അതെപ്പോഴാണെന്നറിയോ? അയാളുടെ ടീനേജ്. നമുക്കത് മനസ്സിലാവില്ല, അയാൾക്കേ മനസ്സിലാവില്ല. നമ്മൾ പറയും അയാള് പിന്നെ 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതോടുകൂടി അവൻ ആകെ മാറി, അവൻ മിണ്ടുന്നില്ല, അവൻ്റെ അനിയത്തിയോട് സംസാരിക്കണില്ല, അല്ലെങ്കിൽ വഴക്ക് പറയുന്നു, ചൂടാവണം, അവൻ്റെ സൗണ്ടൊക്കെ മാറി, അവന് വേറെ ഒരാളായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരാതി പറയും. സത്യത്തിൽ ആ കുട്ടി ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ആ കുട്ടി പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? എന്നെ ഒന്ന് മനസ്സിലാക്കൂ. കാരണം അയാൾക്ക് പോലും അറിയില്ല എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് മീശ വരാൻ തുടങ്ങുന്നു, അയാളുടെ ശരീരത്തിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവണോ, അയാളുടെ ശബ്ദത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അയാളുടെ ആറ്റിറ്റ്യൂഡുകൾ മാറുന്നു, അയാളുടെ ഇഷ്ടങ്ങൾ മാറുന്നു.
അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആരോടാണെന്നറിയോ? നമ്മുടെ കുട്ടികളോട്. അതിനെന്ത് വേണം? നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ അറിയേണ്ടി വരും. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാവില്ല അയാൾക്ക് ഇഷ്ടമുണ്ടാവുക. എനിക്ക് പുസ്തകങ്ങളും ആശയങ്ങളും ഒക്കെയാണ് ഇഷ്ടം, പക്ഷെ എന്റെ മോന് അതിനോടൊന്നും വലിയ ഇഷ്ടം ഞാൻ കണ്ടിട്ടില്ല. ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്നല്ലാതെ അവന് പുസ്തകങ്ങളോടൊന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അവന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്, അപ്പൊ ഞാനത് പഠിക്കേണ്ടി വരും. ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫുട്ബോൾ ക്ലബ്ബാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നാണ്. ഒരു നാട്ടിൻപുറത്ത് തുടങ്ങിയ ചെറിയൊരു ക്ലബ്ബായിരുന്നു. ആ ക്ലബ്ബ് പിന്നീട് ലോകത്ത് വലിയൊരു ക്ലബ്ബായി മാറിയ കഥ എനിക്ക് വായിച്ച് പഠിക്കേണ്ടി വന്നു. കാരണം എന്താ? 13 വയസ്സുള്ള എൻ്റെ വീട്ടിലുള്ള ആളോട് എനിക്ക് സംസാരിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ബാഴ്സലോണയെ കുറിച്ച് പറയണം. കാരണം അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം അതാണ്. എനിക്ക് ആ കാര്യത്തോട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. മലപ്പുറത്തുള്ള ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവും ഫുട്ബോളിനോടൊക്കെ. അതല്ലാതെ വല്ലാത്ത കൗതുകമൊന്നുമില്ല, വേണമെങ്കിൽ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനത് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്തിനാണെന്നറിയോ? 13 വയസ്സുള്ള ഒരാളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെ ഞാൻ പഠിക്കണം. ഇല്ലെങ്കിലോ അയാൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അയാൾ സംസാരിക്കാൻ വേറെ ആളെ തെരഞ്ഞു പോകും. അയാൾക്ക് ചങ്ങാതിമാരോട് സംസാരിക്കാൻ ഇഷ്ടവും, വാപ്പക്ക് അതൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഉമ്മക്ക് അതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. ഉമ്മയും വാപ്പയും അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാല് മനസ്സിലാക്കിയാല് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മള് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. അപ്പോ കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾക്കുള്ള സ്വാധീനത്തെ വെച്ച് വളരെ കുറച്ചു കാലമേ ഉള്ളൂ ആ സ്വാധീനം. ടീനേജൊക്കെ ആകുന്നതോടുകൂടി ആ സ്വാധീനം വേറെ ആളുകളിലേക്ക് പോകും. അവന്റെ ചങ്ങാതിമാരോ മാഷന്മാരോ വേറെ ലോകത്ത് അവരിഷ്ടപ്പെടുന്ന വേറെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ വേറെ ആയിരിക്കും. അവർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അവരിഷ്ടപ്പെട്ട വ്ളോഗേഴ്സും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ വേറെ ആളുകളായിരിക്കും. അപ്പൊ അവര് പറയണതായിരിക്കും അവരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവളെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവനെ സ്വാധീനിക്കുക. അപ്പൊ നമ്മുടെ സ്വാധീനം വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ സ്വാധീനം ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ശീലങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് ഒരിക്കലും ഒരു അമ്മ വന്നിട്ട് പറയാണ്, എൻ്റെ മോന് പുകവലിയുടെ ദുശീലമുണ്ട്, അതുകൊണ്ട് ഗുരു എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്നൊന്ന് മാറ്റിത്തരണം, അവനെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഗുരു കുറേ ആലോചിച്ചു എന്ത് ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ അമ്മയോട് വരാൻ പറഞ്ഞു, മകനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. നാരായണ ഗുരു ഈ നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാൾ. ആ മകനെ ഇങ്ങനെ വിളിച്ചിട്ട് ഗുരു എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവിടെ ഒരു തൊടിലുണ്ട്, ആ തൊടിയിലേക്ക് ഇവനെ കൊണ്ടുപോയി. അവനെ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ചെടിയുണ്ട്. ഗുരു അവനോട് പറഞ്ഞിട്ട് ആ ചെടി ഒന്ന് പറിച്ചെടുത്താട്ടെ. അവൻ കൂളായിട്ട് ആവേശത്തോടെ ആ ചെടി പറിച്ചെടുത്തു. പിന്നെയും ഗുരു അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ചെടിയുണ്ട്, അത് പറിക്കാൻ പറഞ്ഞു. അവൻ അതും പറിച്ചു. പിന്നെയും നടന്നു പോകുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ചെടി, അത് പറിക്കാൻ പറഞ്ഞു, അതും പറിച്ചു. പിന്നെയും നടന്നു പോകുമ്പോൾ ഒരു മരം, ആ മരം പറിക്കാൻ പറഞ്ഞു. അവന് പറിക്കാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അവന് പറിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഗുരു അവന്റെ തോളിൽ തട്ടിയിട്ട് ഒരു ചെറിയ വാക്ക് പറഞ്ഞു, മോനെ, ശീലങ്ങള് ഇതുപോലെയാണ്. അത് തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്കത് അവസാനിപ്പിക്കാൻ എളുപ്പമാണ്. ചെടിയായിരിക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ അത് മരമാവും, നമ്മളെക്കാൾ വളരും, നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത അത്രയും വളരും. അതിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ വരും. അത് മരമാകുന്നതിന് മുമ്പ് അത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയും. അവസാനിപ്പിക്കാനൊന്നും പറഞ്ഞില്ല. ഗുരു ഒരാളെ ഉപദേശിക്കൊന്നുമില്ല, ഇങ്ങനെ ഒരു കാര്യം പറയും, അയാൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിക്കും. അയാളോട് പറയാ, അങ്ങനെയുള്ള ശീലങ്ങള് നമ്മളെ അപകടത്തിൽപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതാണ് ശീലങ്ങൾ. ഒരു അച്ഛന്റെ മോനെയും കൊണ്ട് ഒരു ആപ്പിൾ തോട്ടത്തിലേക്ക് പോയ ഒരു കഥയുണ്ട്. അപ്പൊ ആപ്പിളൊക്കെ കണ്ട് കുട്ടിക്ക് ഭയങ്കര കൗതുകം, ആശ്ചര്യം. ആ സമയത്ത് ഒരു ചെറിയ ബോട്ടില്
ആ ബോട്ടിലിന്റെ അകത്തൊരു വലിയ ആപ്പിള് വളർന്നിരിക്കുന്നു. ആപ്പിള് വളർന്നിരിക്കുന്നു. എങ്ങനെ ശ്രമിച്ചാലും ആ ആപ്പിളിന് അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ആ ബോട്ടിലിനകത്തെത്തി ഈ ആപ്പിള്? കുട്ടിക്ക് ഭയങ്കര കൗതുകമായി, ഭയങ്കര അത്ഭുതമായി. എങ്ങനെ കയറി? ഇതെന്ത് മാജിക്കാണ് എന്നൊക്കെ കുട്ടി ആലോചിക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ അത് സിമ്പിളാണ്. ആപ്പിൾ ചെറിയതായിരിക്കുന്ന സമയത്ത് ബോട്ടിലിനകത്തേക്ക് ഇട്ടതാണ്. പിന്നെ ആപ്പിൾ വളർന്നു, ബോട്ടിലിനകത്ത് നിന്ന് വളർന്നു. അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. ഇതേപോലെയാണ് നമ്മൾ ചെറിയതായി തുടങ്ങുന്ന ശീലങ്ങൾ. ആ ശീലങ്ങളില്ലേ, അതങ്ങനെ വളരും. നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതിൽ നിന്ന് പുറത്തു കിടക്കാനാകാത്ത വിധം ആ ശീലങ്ങളിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് മോനെ, ശീലങ്ങൾ തുടങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളില്ല, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അതിനാണല്ലോ ശീലങ്ങൾ എന്ന് പറയാം. ആവർത്തിച്ച് മുടങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു നല്ല കാര്യം ഒരാൾ മുടങ്ങാതെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അയാളുടെ തലച്ചോറിൽ ഒരു പുതിയ പാത്തുവേ ഉണ്ടാവുന്നതാണ്. അത് അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറും, അയാൾക്ക് പോലും മാറ്റാനാവാത്ത വിധം. ഇത് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇതാണ് ആ പുസ്തകം, ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശീലങ്ങളല്ലേ, കേട്ടില്ലേ? ആറ്റോമിക് ഹാബിറ്റ്സ്. ഈ പുസ്തകം മുഴുവൻ വായിച്ചാലും അവസാനം കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ഇതാണ്: നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നല്ലതായിട്ട് ചീത്തയായിട്ട്, അത് നമ്മളായി മാറും. നമ്മൾക്ക് മാറ്റാനാവാത്ത വിധം അത് നമ്മുടെ ഉള്ളിൽ പതിയും. അപ്പൊ ഒരു ചെറിയ കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ശീലങ്ങളില്ലേ, അത് ആ കുട്ടിയായി മാറും. ആ കുട്ടിയെ അത്രയും അത് സ്വാധീനിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ ആകെ മാറ്റിമറിക്കാവുന്ന ഒരു കാര്യമാണ് ആ കുട്ടിയുടെ പ്രഭാതങ്ങളെ മാറ്റുക. ആ കുട്ടിയെ ഉണരുന്ന ഫ്രഷ് ആയിട്ടുള്ള സമയമില്ലേ, ആ സമയത്ത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങൾ ആ കുട്ടി മുതിർന്ന ഒരാളായി മാറുമ്പോഴും ആ കുട്ടിയുടെ പിന്നാലെ. അപ്പൊ നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാവും. നമ്മൾ പോലും തിരിച്ചറിയാതെ നമ്മുടെ വാപ്പയോ അമ്മയോ അച്ഛനോ അമ്മയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ചില ശീലങ്ങൾ. അപ്പൊ നമുക്ക് കുട്ടികളോട് രാവിലെ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വിഷമമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ആ കുട്ടിയോട് നമ്മൾക്കുള്ള സ്നേഹം അത് പറയാൻ എപ്പോഴായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും? നമുക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം ആ കുട്ടിയോട് തുറന്ന് പറയാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണെന്നറിയാം? കുട്ടി ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമില്ലേ? കുട്ടി കണ്ണൊക്കെ പതുക്കെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ടാവും. വിളിച്ചാൽ കേൾക്കും, പറയണതൊക്കെ ചിലപ്പോൾ അതിന് മൂളൊക്കെ ചെയ്യും. ആ ഒരു സമയം ആൽഫ സ്റ്റേജ് എന്ന് തന്നെ പറയാം. ആ സമയത്താണ് കുട്ടിയോട് നമ്മൾക്ക് പറയാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളില്ലേ, ആ കുട്ടിയോടുള്ള സ്നേഹം, ആ കുട്ടിയുടെ നല്ല ഗുണങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയാവുന്ന ഏറ്റവും നല്ല സമയം അപ്പോഴാണത്. കാരണം അത് നേരെ ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള മനസ്സാണ്, പുറത്തുള്ള മനസ്സല്ല. ഇപ്പൊ നമ്മൾ പെരുമാറുന്ന മനസ്സല്ല, ആ പെരുമാറ്റങ്ങളുടെയൊക്കെ വേരായി കിടക്കുന്ന ഒരു മനസ്സുണ്ട്, ഉള്ളിൽ കിടക്കുന്ന ഒരു മനസ്സ്, ഉപബോധ മനസ്സ് എന്നാണ് പറയുന്നത്. ആ മനസ്സിലേക്ക് നേരെ ചെല്ലും. അത് ആ കുട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ആ രാത്രിയെ കുറിച്ച് പറയുന്നത്. ഈ പുസ്തകം പറയുന്നത് നമ്മുടെ പുലരികളെ കുറിച്ച്. ഞാൻ ചുരുക്കി പറയാം. ഈ പുസ്തകം എഴുതിയ ആള് ശരിക്ക് ഒരു വലിയ അപകടത്തിൽ പെട്ടുപോയ ഒരാളാണ്. മരിച്ചു പോകുമെന്നൊക്കെ വിചാരിക്കുന്ന അത്രയും വലിയ അപകടത്തിൽ പെട്ടുപോയ ആളാണ് അദ്ദേഹം. ആ അപകടം പറ്റുന്നത് വരെ വളരെ മടിയനാണ്. അദ്ദേഹത്തിന്റെ രാവിലകൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എണീക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അലാറം വെക്കും, പിന്നെയും ഓഫ് ചെയ്യും. 4-5 അലാറൊക്കെ വെക്കും. എന്നിട്ട് ആ 4-5 ഓഫ് ചെയ്തിട്ട് 6ാമത്തേത് വെച്ച് പിന്നെയും ഉറങ്ങി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന ഒരു രസമില്ലാതെ അദ്ദേഹത്തിന്റെ പുലരികളെ ആസ്വദിക്കാതിരുന്ന ഒരാളായിരുന്നു. ആ അപകടത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു ആശയമാണ്, എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യങ്ങൾ രാവിലെ 8 മണിക്ക് മുമ്പ് ചെയ്തു തീർക്കുന്നു.
എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യങ്ങൾ എന്താണോ അത് രാവിലെ 8 മണിയുടെ മുമ്പായി ഞാൻ ചെയ്തു തീർക്കും. അങ്ങനെ അദ്ദേഹം പരിശീലിച്ചെടുത്തൊരു കാര്യമാണ്. അദ്ദേഹം പറയാ, ഇപ്പൊ നമ്മൾ എണീക്കുന്ന ഒരു സമയമില്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെ എണീപ്പിക്കുന്ന ഒരു സമയമില്ല, ആ സമയത്തിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും എണീപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ട് ഇതിൽ പറയുന്ന 6 കാര്യങ്ങളുണ്ട്. ആ 6 കാര്യങ്ങൾ പരിശീലിപ്പിക്കാൻ സാധിച്ചാൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ മാറുന്നത് കാണാം. നമ്മളാണ് പരിശീലിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെയും അത് സ്വാധീനിക്കും. 1 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ എളുപ്പമൊന്നാവില്ല. ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ അല്ലല്ലോ. ചില ദിവസം വലിയ തിരക്കുള്ള ദിവസം ഉണ്ടാവും, പിന്നെ കുറച്ച് സമയം മാത്രം കിട്ടുന്ന സമയം ഉണ്ടാവും. രാവിലെ എണീക്കാൻ വിചാരിച്ചാൽ എണീക്കാൻ പറ്റാതെ പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. എത്ര ഒരു 5 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും ആ 5 മിനിറ്റ് പരിശീലിക്കാവുന്ന 6 കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 6 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സേവേഴ്സ് എന്നാണ് അദ്ദേഹത്തിന് അതിനെ ചുരുക്കി പറയുന്നത്. സേവേഴ്സ്, SAVERS, സേവേഴ്സ്. നിങ്ങൾ കേൾക്കില്ലേ? നിങ്ങൾക്ക് ബോറടിക്കണ്ട, കാരണം ഇന്നെ ഈ പുസ്തകം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ മീൻസ് ഞങ്ങളെ 3 ആളെയും നമ്മുടെ വീട്ടിലുള്ള 3 ആളെയും ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ്. മോന്റെ ലൈഫിലൊക്കെ അതിന്റെ ഒരു മാറ്റം ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകമൊക്കെ മറന്നേക്കും, ഈ 6 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ കേട്ടോ. രാവിലെ നമുക്കൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിലും ഇദ്ദേഹം പറയേണ്ടത് 2 രീതിയിലാണ് ആളുകൾ ഉണരുന്നത്. 2 രീതിയിലാണ് ആളുകൾ ഉണരുന്നത്. ഒന്നാമത്തെ തരം ആളുകൾ എന്ന് പറഞ്ഞാൽ ബേജാറായിട്ട് ഉണരും. ഉണർന്നിട്ട് പുതപ്പൊക്കെ മാറ്റിയിട്ട് ഓട്ടമായിരിക്കും. അയാൾ അടുക്കളയിലേക്ക് ഓടുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആളാണെങ്കിൽ നേരെ കുളിക്കുന്നു, ഓടി 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 പോകുന്നു. അയാൾ കിടക്കയിലായിരുന്നതിന്റെ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അയാൾ അങ്ങടിയിലെടുക്കും. അത്രയും വേഗത്തിൽ അയാളുടെ കാര്യങ്ങൾ അയാൾ ഒട്ടും ആസ്വദിക്കുന്നില്ല അയാളുടെ പുലരികള്. പിന്നെ വേറെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അലാറം ഓഫ് ചെയ്ത് വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പതുക്കെ ഉണർന്ന് അങ്ങനെയുള്ള രണ്ടാമത്തെ രീതി. ഇദ്ദേഹം പറയുന്നത് 2 ശരിയല്ല. ഈ 2 ആളുകളും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ നിമിഷങ്ങളെ ആസ്വദിക്കുന്നില്ല. ഒരു രസമില്ലല്ലോ. നമ്മൾ സാധാരണ പറയില്ലേ സമാധാനമായിട്ട് ഉറങ്ങാന്ന് പറയില്ലേ. സമാധാനമായിട്ട് ഉറങ്ങാൻ മരുന്നൊക്കെ കിട്ടില്ലേ? ഉറക്കഗുളികയില്ലേ? സമാധാനമായിട്ട് ഉറങ്ങാൻ പല വഴിയുണ്ട്. പക്ഷെ സമാധാനമായിട്ട് ഉണരാൻ ലോകത്ത് ഇതുവരെ ഒരു മരുന്നില്ല. സമാധാനമായിട്ട് ഉറങ്ങാന് മനുഷ്യർ പല വഴികളും കണ്ടുപിടിക്കുന്നുണ്ട്. സമാധാനമായിട്ട് ഉണരാൻ എന്താ വഴി? അതിന് മരുന്നൊന്നുമില്ലല്ലോ. സമാധാനമായിട്ട് ഉണരാൻ പറ്റില്ലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. സമാധാനമായിട്ട് ഉറങ്ങലല്ല. ഇതിന് പല വഴിയുണ്ട്. പക്ഷെ സമാധാനമായിട്ട് ഒരാൾക്ക് ഉണരാൻ കഴിയാന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് എത്ര വലിയ കൊട്ടാരത്തിലാണെങ്കിലും ചെറിയൊരു വാടക വീട്ടിലാണെങ്കിലും ഒരാൾ സമാധാനത്തോടെ ഉണരുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഇദ്ദേഹം പറയുന്ന 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ശരിക്കും കേൾക്കണേ. ഇതിൽ പ്രസംഗമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. നമ്മൾ 2 ആൾ ഇരുന്നിട്ട് വർത്താനം പറയുന്ന പോലെ കേട്ടാൽ മതി. ഇദ്ദേഹം പറയുന്ന ആദ്യം ചെയ്യേണ്ടത് സൈലൻസ് എന്ന് പറഞ്ഞാൽ ആ ഉറക്കുണ്ടാക്കിയ ഒരു മുഷിപ്പുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം തളർന്നു, നമ്മൾ അത്രയും നേരം വേറൊരു നിദ്രയിലിരുന്നു. അവിടെ നിന്ന് ഉണർന്നിട്ട് പിന്നെ നമ്മളൊരു പുതിയ ജീവിതമാണ്, പുതിയൊരു ആയുസ്സിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തുടങ്ങുകയാണ് ഒരു ദിവസത്തെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സൈലൻസ് ആണ്. ആ സൈലൻസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ഒരു ചിന്തയില്ലാതെ ഒരു മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക. അത് ചില ആളുകൾക്ക് ധ്യാനമാവാം, പ്രാർത്ഥനയാവാം, നിസ്കാരമാവാം, എന്തോ ആവാം. അതാണ് ആ ഉദ്ദേശിക്കുന്നത്. അത് എത്ര സമയം കൊണ്ട് എത്ര വൃത്തിയായി ചെയ്യാൻ പറ്റുമോ അത്രയും വൃത്തിയായിട്ട് ചെയ്യണം. അതൊരു ചടങ്ങായിട്ട് ചെയ്യാൻ പാടില്ല. രാവിലെ നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ ആ കുളിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല നിസ്കരിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു ചടങ്ങല്ല, അത് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് അത് അത്രയും ആസ്വദിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്. സൈലൻസ് ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സമയം.
അത് 5 മിനിറ്റ് കിട്ടുന്നുള്ളെങ്കിൽ 5 മിനിറ്റ്, 1 മിനിറ്റ് കിട്ടുന്നുള്ളെങ്കിൽ 1 മിനിറ്റ്. അങ്ങനെയാണ് 2 ദിവസം തുടങ്ങേണ്ടത്. രണ്ടാമതായി പറയുന്നത് എന്താണെന്നറിയോ? എ എന്താണെന്നറിയോ? അഫർമേഷൻ ആണ്. നിങ്ങൾ അഫർമേഷൻ എന്ന് പറഞ്ഞ വീട് കേട്ടിട്ടുണ്ടോ? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്നോട് തന്നെ പറയാം. എന്താ പറയേണ്ടത്? എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ. എങ്ങനെയാണെന്നറിയോ? ഞാൻ ആളുകളോട് നന്നായി പെരുമാറും എന്നല്ല, ഞാൻ ആളുകളോട് നന്നായി പെരുമാറുന്നുണ്ട്. എന്റെ സ്വപ്നങ്ങളിലേക്കൊക്കെ ഞാൻ എത്തും എന്നല്ല, എന്റെ സ്വപ്നങ്ങളിലേക്കൊക്കെ ഞാൻ എത്തിക്കഴിഞ്ഞു. ആ രീതിയിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാകൂല എന്നല്ല, ഞാൻ ഹാപ്പിയാണ്. ടെൻഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, നെഗറ്റീവായ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നെഗറ്റീവായ കാര്യത്തെ പോസിറ്റീവായിട്ടാണ് പറയേണ്ടത്. ഞാൻ ഇനി സങ്കടപ്പെടൂല എന്നല്ല, ഞാൻ ഇനി സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. സങ്കടം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, സന്തോഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇത് പരിശീലിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൂടെ ഇരുന്നിട്ട് ആ കുട്ടിയെ പരിശീലിപ്പിക്കും. നമ്മൾ നിസ്കരിക്കൂലേ? നിസ്കാരം ശരിക്കും എന്താണെന്നറിയോ? അഫർമേഷനാണ്. ഒരു ദിവസം 5 നേരം നിസ്കരിക്കണം. ഈ നിസ്കാരം ശരിക്കും എന്താണെന്നറിയോ? നിസ്കാരത്തിൽ മുഴുവനും ഓരോ കാര്യങ്ങൾ പറയാം. നിസ്കാരത്തിലൊരു വാക്കുണ്ട്, അതിങ്ങനെ ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ അധ്വാനങ്ങളും എൻ്റെ ആരാധനകളും എല്ലാം പഠിച്ചവനുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെയൊന്നും ആവൂല, നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ആവൂല, പക്ഷെ എന്നാലും ആണെന്നാ പറയണത്. അതെന്താണ്? അതാണ് അഫർമേഷൻ. നിസ്കാരം മുഴുവൻ അഫർമേഷനാണ് എന്ന് പറഞ്ഞാൽ 5 നേരം ഒരാൾ അങ്ങനെ ആത്മാർത്ഥമായി അഫർമേഷൻ ചെയ്താൽ അയാളുടെ ജീവിതം ശരിക്കും ആസ്വദിച്ചാണ് അയാൾ ചെയ്യണമെങ്കിൽ അത് മാത്രം മതിയാവും. ഞാൻ ഒരിക്കൽ എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടിയും കൊണ്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ തിരുവില്ലാമല ഇവിടെ അടുത്തല്ല, അവിടെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഗുരുതുല്യനായൊരു സ്വാമിജിയാണ്. സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നത്. സമാധിയായി, അവള് ഇപ്പം ഇല്ല. അപ്പോൾ നമ്മൾ ആ കുട്ടി കുറച്ച് മനസ്സിന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രെസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, ഡിപ്രഷനൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ സ്വാമിജിയോട് ചെന്നിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് സ്വാമിജി അവളോട് ചോദിച്ചു, എന്താണ് മോൾക്ക് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, സങ്കടമാണ്. അപ്പൊ സ്വാമിജി രണ്ടാമതായി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? മോള് നിസ്കരിക്കാറില്ലേ? കുട്ടി പറഞ്ഞു, നിസ്കരിക്കാറുണ്ട്. നിസ്കരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. നിസ്കാരം എന്താണെന്ന് സ്വാമിജിക്ക് നന്നായിട്ട് അറിയാം. ശരിക്കും നിസ്കാരം എന്താണ്? ഇതേപോലെ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ ഈ ന്യൂറോ പാത്വേ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഒരാളെ ആകെ മാറ്റാൻ പറ്റുന്ന ഒരു കർമ്മമാണ്. സ്വാമിജി അന്ന് അവിടെ സ്വാമിജി മരുന്നൊക്കെ തരും. എന്ത് അസുഖമാണ് നമുക്കെങ്കിൽ അതിനുള്ള മരുന്നൊക്കെ തരും. ആ മരുന്നൊക്കെ തരുന്നത് ഒരു മറ്റേ തുണി കൊണ്ടുള്ള ഒരു ബാഗിലാണ്. ആ തുണി കൊണ്ടുള്ള ബാഗിൽ ഒരൊറ്റ വാക്കേ സ്വാമിജി എഴുതുള്ളൂ, വേറെ ഒന്നുമില്ല. ഫോൺ നമ്പറോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, ഒരു വാക്ക് മാത്രം. ആ വല്ലാത്തൊരു വാക്കാണ്. എന്താണെന്നറിയോ? പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. എന്താണെന്നറിയോ? നമ്മൾ മുമ്പ് ചെയ്ത തെറ്റുകളാണ് രോഗങ്ങളായി തിരിച്ചു വരുന്നത്. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകൾ, അത് നമ്മുടെ ഉറക്കത്തിന്റെ കാര്യമാവാം, ശീലങ്ങളുടെ കാര്യമാവാം, ഭക്ഷണത്തിന്റെ കാര്യമാവാം, വിശ്രമത്തിന്റെ കാര്യമാവാം, എന്തോ ആവാം. വണ്ടിയിൽ എണ്ണ അടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണ് വിശ്രമങ്ങളില്ലാത്ത ജീവിതം, ആരോഗ്യം ശ്രദ്ധിക്കാത്ത ജീവിതം എന്ന് പറഞ്ഞാല് വണ്ടിയിൽ എണ്ണ അടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നില്ല. അതാണ് പറയുന്നത്, പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ. അപ്പോ ഈ പുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം ഏതാണ്? അഫർമേഷൻ.
ഒരാളിങ്ങനെ ഇരുന്നിട്ട് 1 മിനിറ്റ് രാവിലെ കിട്ടുന്നുണ്ടെങ്കിൽ ആ 1 മിനിറ്റിൽ വേറെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് വീട് വേണം, ചിലപ്പോൾ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നതായിരിക്കും വീട് വേണം. അയാള് പറയുന്നത് എന്താണ്? എനിക്ക് വീട് വേണമെന്നല്ല, എനിക്ക് വീടുണ്ടായി, ഞങ്ങളുടെ വീട് കയറ്റിക്കഴിഞ്ഞു, അതിന്റെ റൂമുകളെ കുറിച്ച്, അവിടെയുള്ള അയാൾ ഉണ്ടാക്കിയ പൂന്തോട്ടത്തെ കുറിച്ച് ഒക്കെ അയാളിങ്ങനെ പറയാ, ശരിക്കും ഉണ്ടായതുപോലെ. അങ്ങനെ നമ്മൾ പറയുമ്പോ നമ്മുടെ തലച്ചോറിൽ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലേ? തലച്ചോറിന്റെ വിചാരത്തിൽ ശരിക്കും ഉണ്ട് എന്നാണ്. മനസ്സിലായോ? ഒരാൾ വെറുതെ കരയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ സിനിമയിലൊക്കെ ആളുകൾ വെറുതെ കരയല്ലേ, അയാളെ മനസ്സ് വിചാരിക്കണത് എന്താണെന്നറിയോ? അയാൾക്ക് എന്തോ ഒരു വിഷമമുണ്ട് എന്നാണ്. മനസ്സിനറിയില്ല ഇത്, മനസ്സിന് അതിന്റെ ക്ഷീണം വരും. അതുകൊണ്ടാണ് അത്രയും കഠിനമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നെ നീണ്ട വിശ്രമങ്ങൾക്ക് പോകുന്നത്. കാരണം അയാളുടെ മനസ്സ് അത്രയും ടയേർഡാവും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനോട് പറയണമെങ്കിൽ മനസ്സ് വിചാരിക്കണത് എന്താണെന്നറിയോ? ഇതൊക്കെ ശരിക്കും ഉണ്ട് എന്നാണ്. അപ്പൊ ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കുറച്ച് വലിയ പുസ്തകമാണ്. ഇതാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞു, ഞാനത് പബ്ലിഷർക്ക് കൊടുത്തു കഴിഞ്ഞു, അയാളത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്, ആളുകളൊക്കെ അത് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്, ആളുകളുടെയൊക്കെ കയ്യിൽ ആ പുസ്തകം ഇങ്ങനെ എത്തും. ഞാൻ ബുക്ക് സ്റ്റാളിലേക്ക് പോകുമ്പോൾ എത്തി ഞാൻ ബുക്ക് സ്റ്റാളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഫോട്ടോയൊക്കെ പതിച്ച ആ പുസ്തകം ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നു. ഇതാണ് അഫർമേഷൻ. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സെന്താ വിചാരിക്കുന്നത്? അതൊക്കെ ശരിക്കും സംഭവിച്ചു എന്നാണ്. ഇതാണ് അഫർമേഷൻ. ഇത്രയും പവർ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. നിസ്കാരത്തിൽ ഒരാൾ അഫർമേഷൻ ചെയ്യുക, അപ്പൊ അയാൾ അതിനനുസരിച്ച് മാറും. അങ്ങനെ മാറണമെങ്കിൽ എന്ത് വേണം? ഈ പറയണത് എന്താണെന്ന് മനസ്സിലാവണം, അല്ലേ? അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിച്ചിരിക്കുന്നു, ആ പ്രാർത്ഥനയിൽ മുഴുവനും അയാൾ അഫർമേഷനാ ചെയ്യേണ്ടത്. അങ്ങനെ അഫർമേഷനാ ചെയ്യുന്നെങ്കിൽ അയാളുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പൂമ്പാറ്റ വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൂമ്പാറ്റ വരുമോ? എന്നാൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കിയാലോ പൂമ്പാറ്റ വരില്ലേ? ഇതാണ് അഫർമേഷൻ. പൂമ്പാറ്റ വെറുതെ വരില്ല. നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ പൂമ്പാറ്റ വരും, നമ്മൾ അതിനുള്ള പണിയെടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, കുട്ടികളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന വലിയൊരു കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മളെ കുട്ടിയെ വിളിച്ചുണർത്തുന്നു, സ്നേഹത്തോടെ വിളിച്ചുണർത്തുന്നു, ബേജാറില്ലാതെ വിളിച്ചുണർത്തുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന്റെ അരമണിക്കൂർ മുമ്പല്ല വിളിക്കേണ്ടത്. അരമണിക്കൂർ മുമ്പാ വിളിക്കണതെങ്കിൽ ബേജാറോടെ വിളിക്കേണ്ടി വരും. മിക്കവാറും മനുഷ്യരുടെ പ്രശ്നം എന്താണ്? മനുഷ്യര് ആ സമയത്തെ ആ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ റോട്ടിലൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അപകടങ്ങളിൽ ഒരു 90% അപകടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വേഗത കൊണ്ടല്ലേ, അല്ലേ? ഒരാൾക്ക് എന്തുകൊണ്ടാ വേഗതയിൽ പോകേണ്ടി വരുന്നത്? അയാൾക്ക് നേരത്തെ തുടങ്ങാത്തുണ്ടല്ലേ. വീട്ടിൽ നിന്ന് ബേജാറായിരുന്നു എങ്കിൽ അയാൾക്ക് റോട്ടിൽ നിന്ന് ബേജാറാവേണ്ടി വരുമല്ലോ. ഇത് റോഡിലെ അപകടങ്ങൾ മാത്രമല്ല, എല്ലാ അപകടങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരാൾ ശരിയായ വിധത്തില് സമയാസമയം കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് രോഗങ്ങൾ പോലും വരില്ലായിരുന്നു. ഇന്നുള്ള രോഗങ്ങളിൽ 80% നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്നാണ് പറയുന്നത്. റോട്ടിലുള്ള അപകടങ്ങൾ മാത്രമല്ല, സമയാസമയം വേണ്ടത് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കുട്ടികളെ വിളിച്ചുണർത്തേണ്ടത് പറ്റില്ല 2 മണിക്കൂർ മുമ്പെങ്കിലും വിളിച്ചുണർത്തണം. എളുപ്പമല്ല. ഇപ്പൊ നിങ്ങൾ 1 മണിക്കൂർ മുമ്പ് വിളിച്ചുണർത്തിയാൽ മതി. പക്ഷെ ആ കുട്ടിയെ പതുക്കെ അതിലേക്ക് എത്തിക്കണം. അങ്ങനെ ആവുമ്പോൾ ആ കുട്ടി രാത്രി ഉറങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, നിങ്ങൾ പറഞ്ഞോളൂ, രാവിലെ അത് ചെയ്യണം. ഇപ്പൊ കുട്ടി എന്തെങ്കിലും ഒരു സീരീസ് കാണണമെന്ന് വിചാരിച്ചോളൂ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നു. കുട്ടി വായിക്കുന്നത് രാത്രി ഉറക്കം ഒഴിച്ചാണ് എങ്കിൽ കുട്ടിയുടെ ഉറക്കം വൈകൂലേ? ആ ഉറക്കം വൈകാൻ ആ കുട്ടി കാരണമാക്കുന്ന കാര്യങ്ങളില്ലേ, ആ കാര്യം എപ്പോൾ ചെയ്യാം? രാവിലെ നേരത്തെ ഉണർന്നിട്ട് ചെയ്യണം.
അപ്പൊ 2 മണിക്കൂർ മുമ്പ് കുട്ടിയെ വിളിച്ചുണർത്തിയാലും ആ കുട്ടിക്ക് രാവിലെ ചെയ്യാൻ കാര്യം ഉണ്ടാവും, കുട്ടിക്ക് ബോറടിക്കില്ലല്ലോ. അങ്ങനെ രാത്രി ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം രാവിലെ ചെയ്താൽ മതിയോ? ഇങ്ങനൊരു കുട്ടി മാറാൻ തുടങ്ങിയാലുണ്ടല്ലോ, ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അലസനായ കുട്ടിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് എഴുതുന്നത്. മാത്രമല്ല, രാവിലെ നേരത്തെ വിളിച്ചുണർത്തുന്നതിന് പകരം അരമണിക്കൂർ മുമ്പ് വിളിച്ചുണർത്തി കുളിച്ച് വസ്ത്രം മാറ്റി ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി തിന്ന് ഓടുന്ന ഒരു കുട്ടി സ്കൂളിൽ എത്തിയാലും ആ കുട്ടിക്ക് അത്രയൊന്നും ക്രിയേറ്റീവ് ആകാൻ കഴിയില്ല. ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ ആ മാഷിന്റെ ടീച്ചറുടെ പോലും ആ ടീച്ചർക്ക് പോലും ഉണ്ടാക്കിയെടുത്ത ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. അത് കുറയാ ചെയ്യാറ്. അതാണ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? സൈലൻസ്. അതിനാണ് നമ്മൾ പ്രാർത്ഥന എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും മനസ്സിനെ ഒന്ന് അടക്കി നിർത്തുക. മനസ്സിങ്ങനെ പെടയും. നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഒച്ചപ്പെടുത്തുന്ന പാത്രങ്ങളില്ലേ, ഇതേപോലെയാണ് മനസ്സിങ്ങനെ ഒച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഒച്ചപ്പെടുത്തുന്ന മനസ്സിനെ ഒന്നിങ്ങനെ അടക്കി നിർത്തുന്ന പരിപാടിയാണ് നിസ്കാരമാവാം, ധ്യാനമാവാം, പ്രാർത്ഥനയാവാം, സൈലൻസ്. നേരെക്കോ പറ്റുകയാണെങ്കിൽ നേരെ ഇരിക്കാനാണ്, നിൽക്കാനാണ്. ഒന്ന് കണ്ണടക്കോ. നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കും. ജനിച്ചു വീണ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം എന്ന മഹാവിസ്മയത്തിലേക്ക് ഒരു നിമിഷം ഒന്നിങ്ങനെ ശ്രദ്ധിക്കുക. ഒന്ന് ശ്വസിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ആശുപത്രികളിലുണ്ട്. ഒന്ന് ശ്വസിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്. തടസ്സമില്ലാതെ ഇങ്ങനെ ശ്വസിക്കാൻ കഴിയുന്നതിന് പടച്ചവനോട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നന്ദി പറയാം. ഈശ്വര നന്ദി എന്ന്. ഈ ജന്മത്തിൽ നമുക്ക് ഇന്നോളം കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ മുഖങ്ങൾ ഒന്നിങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കുക. ഈ ജന്മത്തിൽ നമുക്കിന്നോളം കിട്ടിയ ഏറ്റവും വിലപ്പെട്ട പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ മുഖങ്ങൾ ഒന്നിങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കുക. അവരൊക്കെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഉള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കുക. അവരോട് നന്ദി എന്ന് പറയാം. നന്ദി. ഈ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് നമ്മൾ കൊതിക്കുന്ന, നമുക്ക് കിട്ടണമെന്ന് നമ്മൾ കൊതിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഒന്നിങ്ങനെ സങ്കല്പിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൊതിയോടെ ആഗ്രഹിക്കുന്ന കാര്യം നമുക്കത് കിട്ടിയതുപോലെ ഒന്ന് മനസ്സിൽ കാണാം. അത് ചെയ്ത് പൂർത്തിയാക്കിയതുപോലെ, അത് കിട്ടിയതുപോലെ, അത് കൈവന്നതുപോലെ, അയാൾ എത്തിയതുപോലെ എന്ന് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക.
ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് മെല്ലെ കയ്യിൽ തൊടുക. തൊട്ടടുത്തുള്ള ആളുടെ കയ്യിൽ ഒന്ന് പതുക്കെ തൊടുക. ഈ ആള് നമ്മളിപ്പോൾ തൊട്ട ആളില്ലേ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളില്ലേ, ആ ആള് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ആയി ഒന്ന് വെറുതെ സങ്കല്പിക്കുക. ഇപ്പം നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ കുറേ മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടി ഒരാൾ നമ്മുടെ അടുത്തിരിക്കുന്നത് പോലെ സങ്കല്പിക്കുക. ഇങ്ങനെ ഒരാൾ നമ്മളെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മളെ അയാൾ തൊടാൻ മനസ്സ് കാണിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ മനുഷ്യനില്ലേ, ഈ മനുഷ്യൻ തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യനാണ്, അബദ്ധങ്ങൾ വരുന്ന മനുഷ്യനാണ്, പോരായ്മകളുള്ള മനുഷ്യനാണ്, സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരെ നമ്മൾ തള്ളി പറയാൻ പാടില്ല. ലോകത്തെല്ലാവരും അവർ തള്ളി പറഞ്ഞാലും അവർക്ക് നമ്മൾ ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ പറയാം, എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാർക്ക് ഞാനുണ്ടാവും, അവരെ ഞാൻ തള്ളി പറയില്ല. അവരെത്ര അബദ്ധങ്ങൾ ചെയ്താലും, ആരൊക്കെ അവരെ തള്ളി പറഞ്ഞാലും അവർക്ക് കയറി വരാൻ ഞാനുണ്ടാവും, അവരെ കാത്തിരിക്കാൻ ഞാനുണ്ടാവും. ഒരു മനുഷ്യനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ അതാണ്. ഒരു നിമിഷം കൂടി നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ കണ്ണ് തുറന്ന് നമ്മൾ തൊട്ട ആൾക്ക് ഒന്ന് കൈ കൊടുക്കുക. ഒരു പുഞ്ചിരിയോടെ അയാൾക്കൊന്ന് കൈ കൊടുത്തിട്ട് ഒന്ന് കഴിയും. നിങ്ങൾ ശരിക്കും ചെയ്തിരുന്നോ? ഞാൻ കണ്ണടച്ചിരിക്കുന്നു. ഇതാണ് സൈലൻസ്. ഇതിൽ പറഞ്ഞില്ലേ, ഇതാണ് സൈലൻസ്. നമ്മളിങ്ങനെ ബഹളങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ഒരു ബഹളമുണ്ട്. എന്തായാലും ഉണ്ടാവും. ഒരാളെന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരാൾക്കൂട്ടമാണ്. നമ്മുടെ ഉള്ളിൽ അത്രയും ചിന്തകളുണ്ട്. അപ്പം അതിനൊന്ന് അടക്കി നിർത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാലും, ധ്യാനം എന്ന് പറഞ്ഞാലും, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാലും, എന്താണെങ്കിലും യോഗ എന്ന് പറഞ്ഞാലും ഒക്കെ അതന്നെ. ഞാൻ ചുരുക്കി പറയാം കേട്ടോ, എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. രാവിലെ മാക്സിമം നേരത്തെ ഉണരാൻ. ഇപ്പൊ ഉണരുന്നതിന്റെ കുറച്ചുകൂടെ മുമ്പേ. അതെത്രയാവാം, പെട്ടെന്ന് കഴിയില്ല. പെട്ടെന്ന് അരമണിക്കൂർ 1 മണിക്കൂറൊന്നും ആക്കാൻ പറ്റൂല. ഒരു 5 മിനിറ്റ് മുമ്പാക്കിയാൽ മതി, പിന്നെ 10 മിനിറ്റ് മുമ്പാക്കിയാൽ മതി. പിന്നെ അതിങ്ങനെ നിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു സൈലൻസ്, പിന്നെ ഇങ്ങനെ അഫർമേഷൻ പറയാം. അതല്ലേ പറഞ്ഞത്. മൂന്നാമത്തത് എന്താണെന്നറിയാം, ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ അതിങ്ങനെ ശരിക്കും നടന്നതുപോലെ മനസ്സിൽ കാണാം. ഇപ്പൊ ഞാനെന്താ പറഞ്ഞ, എന്റെ പുസ്തകം ഇറങ്ങുകയെന്നല്ലേ, ആ പുസ്തകം ഇറങ്ങിയതും ആളുകൾ അത് വായിക്കുന്നതും ആളുകൾ അതിനെക്കുറിച്ച് എന്നോട് പറയുന്നതൊക്കെ ഞാൻ ശരിക്കും നടക്കുന്നത് പോലെ മനസ്സിൽ കാണാം. അപ്പൊ നിങ്ങളുടെ ഒരു വീടുണ്ടാക്കണം എന്നുള്ളതാണ് നിങ്ങൾ, അല്ലെങ്കിൽ ജോലി കിട്ടണം അല്ലെ, ജോലി കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ജോലി കിട്ടിയത് മനസ്സിൽ കാണാം. നിങ്ങൾ ആ ഓഫീസിലേക്ക് പോകുന്നത് മനസ്സിൽ കാണാം, ശമ്പളം കിട്ടുന്നത് മനസ്സിൽ കാണാം. നിങ്ങൾ അതിങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആ ശമ്പളത്തിന്റെ ഒരു വിഹിതം കൊടുക്കുന്നത് പോലെ അതാണ് വിഷ്വലൈസേഷനാണ്. ശരിക്കും വിഷ്വലായിട്ട് കാണും, മനസ്സിൽ
ശരിക്കും നടക്കുന്നത് പോലെ കണ്ണിൽ കാണും. അപ്പൊ കുട്ടിയുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കും? ഒരു സൈക്കിൾ വാങ്ങുക, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ ജയിക്കുക, അല്ലെങ്കിൽ SSLCയിൽ ജയിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അല്ലെ അവളുടെ അല്ലെങ്കിൽ അവന്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങളെ, ആ സ്വപ്നങ്ങൾ നടന്നതുപോലെ ആ കുട്ടിക്ക് മനസ്സിൽ കാണാൻ ആ കുട്ടിയെ പഠിപ്പിക്കുക. ഇതാണ് വിഷ്വലൈസേഷൻ. രണ്ടാമത്തത് E ആണ്. നാലാമത്തത് അല്ലെ E എന്താണെന്നറിയോ? എക്സസൈസ് ആണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരീരം ഏതെങ്കിലും വിധത്തിൽ വെറുതെ നമ്മൾ അടുക്കളയിൽ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരീരം ഇളകുന്നുണ്ട്. പക്ഷെ അതല്ല, ശരിക്കും എക്സസൈസ് ചെയ്യാൻ വേണ്ടി തന്നെ മനസ്സൊരുങ്ങിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ശരീരത്തെ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പൊ നമ്മുടെ ജനലിലെ കമ്പിയില്ല, ആ ജനൽ കമ്പിയിൽ പിടിച്ചിട്ട് ഒരാൾ 10 പ്രാവശ്യം ഒന്ന് ചാടിയാൽ മതി. അല്ലെങ്കിൽ അത് പിന്നെ 20 ആവുന്നു, 30 ആവുന്നു, 100 ശരിക്കും വേണ്ടതെന്നാണ്. അത്ര മതി, അത്രയെങ്കിലും മതി. ഒരാളുടെ പ്രഭാതമാണ് തുടങ്ങുന്നത്, ഒരാളുടെ പുലരിയാണ് തുടങ്ങുന്നത്. അതാണ് ഈ എക്സസൈസ്. പിന്നെ R ആണ്, സേവേഴ്സ്. R എന്ന് പറയുന്നത് റീഡിങ് ആണ് കേട്ടോ. എന്തെങ്കിലും വായിക്കണം. അത് നമ്മുടെ ഓരോ ആളുകൾക്കുള്ള വേദഗ്രന്ഥം മതി. ഖുർആനാവാം, ഗീതയാവാം, എന്തെങ്കിലും ഒരു പുസ്തകം, ഒരു വരിയെങ്കിലും വായിക്കണം. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. ഒരു വരിയെങ്കിലും ആ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ പ്രചോദനമാകുന്ന എന്തെങ്കിലും. ഇപ്പൊ ചെറിയ കഥകളുടെ പുസ്തകമുണ്ട്, ഒരു കഥ വായിച്ചാൽ മതി, 1 മിനിറ്റ് പോലും വേണ്ട. അതാണ് 5ാമത്തെ കാര്യം. എന്തെങ്കിലും ഒന്ന് വായിക്കണം. അപ്പൊ നമുക്ക് 1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് വായിക്കാം. നമുക്ക് ആകെ അരമണിക്കൂർ ആകെ 5 മിനിറ്റ് സമയമുണ്ടെങ്കിൽ 1 മിനിറ്റെങ്കിലും വായിക്കണം. അപ്പോഴാണ് അതൊരു ശീലമായി മാറുന്നത്. അല്ലെങ്കിൽ കട്ടാവും. ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമല്ല ഇത്, എന്നും ചെയ്യേണ്ട കാര്യം. അവസാനത്തത് എന്താണെന്നറിയാം? S ആണ്. S എന്ന് പറഞ്ഞാൽ സ്ക്രിബ്ലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതണം. സ്ക്രിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എഴുതണം. എന്താ എഴുതേണ്ടതെന്നറിയോ? ഇതേ പഠിപ്പിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എന്തെങ്കിലും എഴുതണം. നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ? ഒരു ഗ്ലാസിന്റെ ജാറില്ല, ജാറ് കണ്ടല്ലോ, മിഠായി ഇടുന്നു, അതിന്റെ കുറച്ച് ഭംഗിയുള്ളൊരു ജാറ് വാങ്ങി, ഒരു ഗ്ലാസിന്റെ ഒരു ജാറ് വാങ്ങി. എന്നിട്ട് അത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, നമ്മൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലം, അവിടെ വെച്ചു. ഇവിടെ രാവിലെ എഴുതുമ്പോ എന്താ ചെയ്യുക? ആ എഴുതിയ കാര്യങ്ങളില്ലേ, ഇപ്പൊ സാധാരണ ഇദ്ദേഹം പറയുന്നത് നമുക്ക് ആരോടെങ്കിലും ഉള്ള നന്ദി എഴുതാം. അപ്പൊ തലേ ദിവസം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട് തന്നൊരു ടാക്സി ഡ്രൈവർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോ നമ്മൾ വിളിച്ചാലും ഓടി വരുന്ന ഒരു ടാക്സി ഡ്രൈവർ, അയാളുടെ പേര് ബാബു ആണെന്ന് വിചാരിച്ചു. ആ ബാബുവിനുള്ളൊരു നന്ദി, ബാബുവിനോട് താങ്ക് യു എന്ന് പറയുന്നു. അത് ചുരുട്ടിയിട്ട് ആ ജാറിലിടുന്നു. ഇതാണ് സ്ക്രിബ്ലിംഗ്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടാവാം, അമ്മയോടാവാം, മാഷന്മാരോടാവാം, നമുക്ക് ഭക്ഷണം തരുന്ന ഹോട്ടലുകാരോടാവാം, നമ്മളെ കുടിക്കുന്ന മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനോടാവാം, അല്ലേ? നമ്മളീ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാംബലിനോടാവാം. എത്ര ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തത്. ഒരാൾ ഫോണ് കണ്ടുപിടിച്ചില്ലേ, ആ ഫോണ് കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾ ആ ഫോണിൽ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. കാരണം അയാളുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു, അയാളുടെ പെങ്ങൾക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു. അലക്സാണ്ടർ ഗ്രഹാംബെൽ. പിന്നെ ആർക്ക് വേണ്ടിയാണ് അയാളത് കണ്ടുപിടിച്ചത്? നമുക്കൊരു തലവേദന വരുമ്പോ നമ്മളൊരു മരുന്ന് കുടിക്കണില്ലേ, അതൊരാൾ കണ്ടുപിടിച്ചതല്ലേ? നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരില്ലേ, എത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടിയല്ലേ ഇത്? പൈസക്ക് വാങ്ങണ്ട, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾക്ക് വേണ്ടിയാണ്. അവസാനം ഇത് മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആരോടെങ്കിലും ഉള്ളൊരു നന്ദി ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് അവിടെ ഇടാൻ ആ കുട്ടിയെ പഠിപ്പിച്ചോളൂ. നമ്മളെ കുട്ടി അത് ചെയ്യുന്ന പോലെ ആലോചിച്ചോളൂ. ഉപ്പാക്ക് നന്ദി, അല്ലെങ്കിൽ അച്ഛന് നന്ദി, വല്യച്ഛന് നന്ദി, മുത്തശ്ശന് നന്ദി എന്നൊക്കെ പറയും. കുറേ നന്ദികൾ. ഒരു മാസം കഴിഞ്ഞ് അതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ അത് അമ്മക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രചോദനമുണ്ട് കേട്ടോ. അതാണ് ഈ പുസ്തകം പറയുന്നത്. ഉള്ള സമയം കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഇത് എത്ര മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സേവേഴ്സ്, SAVERS.
എസ് സൈലൻസ്, പിന്നെന്താണ് എ അഫർമേഷൻ, പറയണല്ലേ എന്താണ് വി വിഷ്വലൈസേഷൻ, ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നടന്നതുപോലെ കാണുക. പിന്നെന്താണ് ഈ എന്ന് വെച്ചാൽ എക്സസൈസ്, അത് അവസാനം ചെയ്യണ്ട കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത്, ആദ്യമല്ല. മൂന്നാമതായി പറഞ്ഞു എന്നേ ഉള്ളൂ, അവസാനം ചെയ്യണ്ട കേട്ടോ എക്സസൈസ്. പിന്നെന്താണ് ആർ എന്താണ് റീഡിങ്, എന്തെങ്കിലും വായിക്കുക. അവസാനം യെസ് സ്ക്രിബ്ലിംഗ്, എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് ശേഖരിക്കുക. ഒരു മിഠായി ഇടുന്ന വരുന്നില്ലേ, ഇത് വാങ്ങിയാലും മതി, അത് കാണണം, അത് ഇട്ടത് നമ്മൾ കാണണം കേട്ടോ, അടഞ്ഞു കിടക്കുന്നതല്ല, ഗ്ലാസിന്റെ റായിലൊന്നുകൂടെ നല്ലതാണ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചെറിയ മാറ്റമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.